ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. നമുക്കൊരു മീൻകറി വെച്ചാലോ? ശരിക്കും ഈ ട്രിവാൻഡ്രം സൈഡിലോട്ട് തേങ്ങ ഇട്ട മീൻകറിയാണ് കൂടുതലും വെക്കണം, മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കണതാണ് ഇഷ്ടം. ഇത് മുളക് കറി എന്നൊക്കെ പറയും ഇങ്ങോട്ട്. എൻ്റെ അമ്മ ഇങ്ങനെ വെക്കും. ഉള്ളിയും പച്ചമുളകും കരിവേപ്പില ഇഞ്ചിയൊക്കെ ഇട്ട് ജസ്റ്റായിട്ടൊന്ന് വഴട്ടിയിട്ട് പിന്നെ മുളകൊക്കെ ഇട്ട്, കണ്ടോ, മുളകിടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, മുളകൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. കുറച്ചൊന്ന് കുഴി കൊത്തിയിട്ട് എണ്ണയിലോട്ട് ഇട്ടാലും നല്ലതാട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. മസാല ഒന്ന് വറുത്ത് വരാനാണ്. ഉപ്പിടും അതിൻ്റെ ഇടയ്ക്കൂടെ. ഉപ്പ് അത്യാവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പിടും. ഉപ്പിട്ടിട്ട് പിന്നെ ഇടയ്ക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കും. പുളിയെന്ന് വെച്ചാൽ ഇതാണ്, കുടംപുളി വെള്ളത്തിയിട്ട് ഇതാണ്, പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ മീനിട്ട് നന്നായിട്ട് തിളയ്ക്കണം. പിന്നെ ഇതിൽ ലാസ്റ്റ് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ, കാരണം നമ്മൾ അത്യാവശ്യം ആദ്യം എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണോണ്ട് ഒഴിക്കേണ്ട. അല്ലാതെ നമ്മൾ ഈ ട്രിവാൻഡ്രം സൈഡിലോട്ടുള്ള തേങ്ങ അരച്ച മീൻ കറിയിലാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ മീനിട്ട് നന്നായിട്ട് തിളച്ച് മീൻ വെന്തിറങ്ങണം, എന്നാലേ ആ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ.